കേരളത്തിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം. ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ശാക്തേയ ഉപാസകരുടെയും ദേവീഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകേന്ദ്രം കൂടിയാണിത്. ഈ ക്ഷേത്രത്തിലെ കുംഭമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുന്ന പ്രശസ്തമായ ഒരു ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത്. കുംഭമാസത്തിലെ ഭരണി നാൾ മുതൽ മീനമാസത്തിലെ ഭരണി നാൾ വരെയാണ് ഇത് നടക്കുന്നത്. മീനമാസത്തിലെ തിരുവോണം നാൾ മുതൽ അശ്വതി നാൾ വരെ 7 ദിവസങ്ങളിലായിട്ടാണ് പ്രധാന ചടങ്ങുകൾ നടക്കുക. ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഭരണി ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ കോഴിക്കല്ല് മൂടൽ ഇന്ന് നടന്നു. രാവിലെ 11-ന് ഉച്ചപൂജയ്ക്ക് ശേഷം പാരമ്പര്യ അവകാശികളായ വടക്കേ മലബാറിലെ തച്ചോളി തറവാട്ടുകാരും കൊടുങ്ങല്ലൂർ ഭഗവതി വീട്ടുകാരും ചേർന്ന് ചടങ്ങുകൾ നിർവഹിച്ചു. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ ദീപസ്തംഭത്തിന് സമീപമുള്ള 2 കല്ലുകൾ കുഴിയെടുത്തു മൂടി മണൽത്തിട്ട രൂപപ്പെടുത്തി അതിൽ ചുവന്ന പട്ടുവിരിച്ചു. അതിൽ കോഴികളെ സമർപ്പിക്കുന്നതാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ്. കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങിന് മുൻപായി തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ 3 പ്രാവശ്യം വിളിച്ചു ചോദിക്കും. ഹാജരുണ്ട് എന്ന് പറഞ്ഞാണ് അവർ കോഴിയെ സമർപ്പിക്കുക. തുടർന്ന് മറ്റ് അവകാശികളും കോഴിയെ സമർപ്പിക്കും. കോഴിക്കല്ല് മൂടിയതോടെ ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയ ഭക്തജനം ശരണം വിളികളോടെ ദേവീസ്തുതികൾ ആലപിച്ചു. ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രാങ്കണത്തിലെ ആലുകളിലും നടപ്പന്തലുകളിലുമെല്ലാം വേണാടൻ കൊടിക്കൂറകൾ ഉയർത്തി. ദേവി ദാരികനുമായി നടത്തിയ യുദ്ധത്തിന് തിരുവോണനാളിൽ തുടക്കം കുറിക്കുന്നുവെന്നാണ് ഐതിഹ്യം. ഇതിന്റെ സ്മരണയിലാണ് കോഴിക്കല്ല് മൂടൽ നടത്തുന്നത്. ഇനിയുള്ള ഒരാഴ്ചക്കാലം ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രാങ്കണവും പരിസരവും കോമരങ്ങളുടെ നേതൃത്വത്തിലെത്തുന്ന ഭക്തസംഘങ്ങളെ കൊണ്ട് നിറയുന്ന കാഴ്ച വളരെ ഭക്തി നിർഭരമാണ്. രേവതി നാളിലെയും അശ്വതി നാളിലെയും ഭരണി നാളിലെയും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. കൊടുങ്ങല്ലൂരമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മേ ശരണം, ദേവി ശരണം.